കഴിഞ്ഞ ദിവസം മാത്രം 6ഓളം എയർ ഇന്ത്യ ഡ്രീം ലൈനർ റദ്ദാക്കി അല്ലെങ്കിൽ സാങ്കേതിക തകരാറുകൾ സംഭവിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവന്നത്. അപ്പോൾ അഹമ്മദാബാദ് വിമാനാപകടം മുതൽ ഇങ്ങോട്ട് എയർ ഇന്ത്യക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. യഥാർത്ഥത്തിൽ എയർ ഇന്ത്യയുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഒരു വമ്പൻ കരാറുണ്ട്, അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ തകർച്ച ആഗ്രഹിക്കുന്നതിന് പിന്നിൽ ഒരു വമ്പൻ കരാറുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം ശരിയാണ് ഈ വാർത്തകൾ? ആ ശരിയാണ്. വാർത്തകൾ കരാറുണ്ട്. അതേതാണ്ട് 90 ബില്യൺ US ഡോളറിന്റെ തന്നെയാണ്. അതിന്റെ കരാറിന്റെ കാര്യം നമുക്ക് വ്യക്തത വരുത്തി, അല്ലെങ്കിൽ ഈ ടോക്ക് പൂർണ്ണമായി കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അപ്പൊ എയർ ഇന്ത്യ അല്ല ടാർഗറ്റ്, ടാറ്റയാണ്. ആ ടാർഗറ്റിന്റെ പിറകിൽ ടാറ്റ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ആയുധ വ്യാപാരത്തിനകത്ത് കൂടുതൽ ആഴ്ന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ ആർന്നു നിൽക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതൊരു പക്ഷെ ഇന്ത്യക്കാർക്ക് മനസ്സിലായത് തന്നെ സിന്ധൂരിന് ശേഷമാണ്. ലോകത്തുടനീളം അങ്ങനെ ടാറ്റ നിൽക്കുന്നത് കൊണ്ട് ഇന്ത്യക്കുണ്ടാകുന്ന പ്രതിരോധ ഗുണം മനസ്സിലാക്കിയിട്ട് ആ ടാറ്റയ്ക്കെതിരെയും ഇന്ത്യക്കെതിരെയുമുള്ള നീക്കത്തിന് ആക്കം കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇപ്പം എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാന കമ്പനി മത്സരിക്കുന്നത് ലോകത്തുടനീളമുള്ള വൻ കുത്തകകളുടെ കൂടെയാണ്. അപ്പം എയർ ഇന്ത്യ അറിയാമല്ലോ, എയർ ഇന്ത്യ ഈ പറയുന്ന ടാറ്റ ഏറ്റെടുക്കുന്നതിന് പണ്ട് ടാറ്റയുടെ കയ്യിലായിരുന്നു. അല്ലെങ്കിൽ എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് എയർ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടമായിട്ട്, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടം ഇന്ത്യക്ക് വലിയ നഷ്ടമായിട്ട് ഒരുപക്ഷെ കൊണ്ടു നടക്കാൻ പറ്റാത്ത സമയത്ത് ലേലത്തിന് വെച്ചപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും പറഞ്ഞെങ്കിൽ ലേലം എടുക്കാൻ ആളില്ലാത്ത ഒരവസ്ഥ വന്നു. അതായത് ലേലം എടുത്താൽ ആ പറയുന്ന തുകയ്ക്ക്, ഏറ്റവും കുറഞ്ഞ തുകയാണെങ്കിൽ പോലും ആ പറയുന്ന തുകയ്ക്ക് പോലും എടുത്താൽ കൊണ്ടു നടക്കാൻ പറ്റാത്തതും അതിനാരും താല്പര്യം പ്രകടിപ്പിക്കാത്തതുമായ സമയത്താണ് പണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇരുന്നതാണല്ലോ എയർ ഇന്ത്യ എന്ന് പറയുന്ന പേരാണല്ലോ, അത് ഇന്ത്യ മഹാരാജ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു വിമാനം ഇന്ത്യക്ക് ഇല്ലായ്മയായാൽ ഇന്ത്യക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമല്ലോ എന്ന് കണ്ട് ടാറ്റ ഏറ്റെടുക്കുന്നു റിസ്ക്. ആ പറയുന്ന പോലെ ടാറ്റ ഏറ്റെടുക്കുമ്പോൾ ഇതിനകത്ത് ഈ മാനേജ്മെന്റിനകത്തെല്ലാം ഉള്ള കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള സാങ്കേതിക വിഷയങ്ങൾ, അല്ലെങ്കിൽ എല്ലാം കൂടിയാണല്ലോ ഏറ്റെടുക്കുന്നത്. ഒരു കമ്പനി ഏറ്റെടുക്കുമ്പോൾ അതിന്റെ സ്റ്റാഫ് ഉൾപ്പെടെ അതുവരെ ഉണ്ടായിരിക്കുന്ന സിസ്റ്റം ഉൾപ്പെടെ എല്ലാം കൂടെ ഏറ്റെടുക്കുന്നത്. പിന്നെ അത് ഗ്രാജുവലി ആണല്ലോ അതിനകത്ത് ഡെവലപ്മെന്റ്സ് വരുത്താൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഡെവലപ്മെന്റ്സ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. അത് പൂർണ്ണതയിലേക്ക് 2022-ലാണല്ലോ അതിനെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അത് അവര് പക്ഷെ നീക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതുമായിട്ട് മത്സരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ്. പ്രധാനപ്പെട്ട വിമാന കമ്പനികളുടെ കൂട്ടത്തിൽ ആദ്യത്തെ മൂന്നെണ്ണം വരുന്നതിനകത്തും ആദ്യത്തെ ഏറ്റവും വലിയ കമ്പനി ചൈനയുടെയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പറയാൻ വന്നത് ഇപ്പൊ ചൈനയുടെയാണ്. ആദ്യത്തെ 3 കമ്പനി ചൈനയുടെയാണ്. അപ്പം ആദ്യത്തെ 3 പ്രധാനപ്പെട്ട വിമാന കമ്പനികൾ എന്ന് പറഞ്ഞാൽ ചൈനയുടെയാണ്. അതിനകത്ത് ചൈനയുടെ ഒന്നാമത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ ചൈന എയർക്രാഫ്റ്റ്, 900 വിമാനങ്ങളുണ്ട് അവർക്ക്. രണ്ടാമത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ ചൈന ഈസ്റ്റ് എയർക്രാഫ്റ്റ്, 750 വിമാനങ്ങളുണ്ട്. മൂന്നാമത്തെ പറഞ്ഞാൽ എയർ ചൈന, അവർക്ക് 750 വിമാനമുണ്ട്. അപ്പൊ 10 എണ്ണത്തിനകത്ത് നോക്കുമ്പോൾ നാലാമത് വരുന്ന ഇൻഡിഗോ, അവർക്ക് 350 ഫ്ലൈറ്റ് ഉണ്ട്, അത് നമ്മുടെ സാധനമാണ്. അഞ്ചാമത് ജപ്പാൻ, ആറാമത് ജപ്പാൻ, ഏഴാമത് തുർക്കിഷ് കമ്പനി, എട്ടാമത് സിംഗപ്പൂർ. ഇതിനകത്ത് ടാറ്റയുടെ കയ്യിൽ അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ കയ്യിൽ 120 ഫ്ലൈറ്റ് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഈ 120 ഫ്ലൈറ്റ് ഏറ്റെടുത്ത് എയർ ഇന്ത്യ നടപ്പാക്കി അതിനകത്ത് വ്യത്യാസം വരുത്തി ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനമാക്കിക്കൊണ്ട് പോകുന്നതിനും അതിന്റെ പുറകിൽ ടാറ്റ ആയതുകൊണ്ടും അതിനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും ലോകം അന്നു മുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും. അപ്പം 2022 മുമ്പിൽ നിന്നും 2022 ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം എയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി വളരെ കുതിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന ടാറ്റയെ നശിപ്പിക്കണം, എയർ ഇന്ത്യയെ നശിപ്പിക്കണം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ടാറ്റയെ നശിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക്കൽ ഗ്രോത്തിന് ഇപ്പൊ കാരണമായിക്കൊണ്ടിരിക്കുന്ന ആയുധ വ്യാപാരത്തിന് ഏറ്റവും ആദ്യം നിൽക്കുന്ന 2 കമ്പനികൾ, ഒന്ന് അദാനിയും ഒന്ന് ടാറ്റയാണ്. അദാനിയെ തോൽപ്പിക്കാൻ വേണ്ടി നിന്ന കാര്യങ്ങളും കഥകളും ഒക്കെ അറിയാമല്ലോ. ലോകത്തെ 2ാമത്തെ കോടീശ്വരനായിട്ട് നിന്ന ആളിനെ ഇപ്പൊ 16ാമതാക്കുന്നതിന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള കമ്പനികൾ, വ്യാജ കമ്പനികൾ ഉണ്ടാക്കി അവരുടെ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തി ഇപ്പൊ 16ാമത് നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ പുറകോട്ട് മാറുന്നില്ല. അയാൾ പോർട്ടുകൾ, വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കുന്നു, നമ്മളെ രാജ്യത്തിനകത്തെ ശൃംഖലകൾ വർദ്ധിപ്പിക്കുന്നു, അതിന്റെ കൂടെ ഈ പറയുന്ന ആയുധ വ്യാപാരത്തിന് നിൽക്കുന്നു. അതേ അർത്ഥത്തിൽ ലോകത്ത് മുഴുവൻ ആയുധ നിർമ്മാണത്തിനും അറിയാമല്ലോ
ഈ കഴിഞ്ഞ ദിവസം കരാർ കൊടുത്തേക്കുന്നത് റഫേൽ, ലോകത്തെ ഏറ്റവും വലിയ വിമാനം, അതിന്റെ ബോഡി നിർമ്മിക്കുന്ന ഇവരാ. ബോയിങ്ങിന്റെ പല ഹെലികോപ്റ്ററുകളുടെയും ബോഡി നിർമ്മിക്കുന്ന ഇവരാ. സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇപ്പോൾ യുദ്ധക്കോപ്പുകൾ നിർമ്മിക്കുന്ന ഇവരാ. അല്ലെങ്കിൽ അവിടേക്കുള്ള ആയുധ കയറ്റുമതി കാരണക്കാരായിട്ടുള്ള ഇവരാ. അപ്പൊ അവരുടെ പുറകെ നിൽക്കുകയാണ്. ഇത് എയർക്രാഫ്റ്റ് കൂടി സക്സസ് ആയി കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് മത്സരിക്കുന്ന ലോകത്തെ ഏറ്റവും മുന്തിയ കമ്പനികളുമായിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കമ്പനി ചൈനയാണ്. ഈ സമയത്താണ് കഴിഞ്ഞ കൊല്ലം ഈ പറയുന്നത് പോലെ പ്രേക്ഷകരുടെ ഡീൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം എയർ ഇന്ത്യ ബോയിങ് വിമാനവുമായിട്ട് 45 ബില്യൺ ഡോളറിന്റെ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എയർബസുമായിട്ട് 35 ബില്യൺ ഡോളറിന്റെ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. അപ്പം ഏതാണ്ട് 2030 ആകുമ്പോഴത്തേന് ഏതാണ്ട് 470 വിമാനങ്ങൾ എയർ ഇന്ത്യയുടെ കൂടെ കൂടും. 120ന്റെ കൂടെ 470 വിമാനങ്ങൾ കൂടി വരും. അതിനുശേഷം 100 വിമാനങ്ങൾ കൂടി വാങ്ങിക്കുന്നതിന് വേണ്ടി എയർ ഇന്ത്യ തയ്യാറായിരിക്കുന്നു. അതായത് 570 വിമാനങ്ങൾ വാങ്ങിക്കുന്നതിന് 2030 ആവുമ്പോഴത്തേന് എയർ ഇന്ത്യക്ക് സ്വന്തമാകുന്ന രീതിയിൽ ഏതാണ്ട് 90 ബില്യൺ US ഡോളറിന്റെ കരാർ എയർ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്നു ബോയിങ്ങുമായിട്ടും എയർബസുമായിട്ടും. ഇത് തന്നെയാണ് എയർ ഇന്ത്യയുടെ പുറകിൽ അല്ലെങ്കിൽ ടാറ്റയുടെ പുറകിൽ ഒരുപക്ഷെ നമ്മുടെ വിമാനങ്ങൾ പൊട്ടി വീഴുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എയർ ഇന്ത്യക്കകത്ത് ഇന്നലെ തന്നെ 5 വിമാനങ്ങൾ കുഴപ്പമാണെന്ന് പറയുന്നത്. എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ വന്നിറങ്ങുമ്പോൾ കണ്ണിൽ ലേസർ ലക്ഷ്മികളായിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസത്തെ ഗുജറാത്തിലെ വിമാനം തകർന്നു പോയതിന്റെ പുറകിൽ ആളുകൾ ആശങ്കപ്പെടുന്നത് എയർ ഇന്ത്യ സേഫ് അല്ലെന്ന് പറയുന്നത്. വളരെ കാലമായിട്ട് എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാനത്തിൽ കയറിയാൽ അത് ജീവന് ത്രട്ടാണ്, ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു മോശം കമ്പനിയാണ്, വരുത്തി തീർക്കുന്നതിന്റെ പുറകിലുള്ള ഒരു വമ്പൻ കരാറാണ് പറയുന്നത്. അതായത് എയർ ഇന്ത്യ പറക്കുന്നത് ലോകത്തിന് അല്ലെങ്കിൽ ലോകത്തെ വിമാന കമ്പനികളുടെ മുകളിൽ കൂടി ആകുന്നതിന് വേണ്ടി അധികം താമസമില്ല. 2022 തുടങ്ങിയ സംരംഭം 30 ആകുമ്പോഴത്തേന് ഏതാണ്ട് ഏറ്റവും വലിയ വിമാന കമ്പനികളുടെ പുറത്തു പോകുന്ന രീതിയിലേക്ക്, ഒരു പക്ഷെ 900 വിമാനമുള്ള ചൈനയുടെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ലോകത്തെ വിമാന കമ്പനികളുടെ അത്രയും അടുത്ത് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതിനപ്പുറം കടക്കുന്നതിന് വേണ്ടി അധികം നാളുകൾ വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെയാണ് എയർ ഇന്ത്യയുടെ പിറകിൽ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള പാകിസ്ഥാനുണ്ട്, തുർക്കിയുണ്ട്, അസർബൈജാനുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ വൻകിട കമ്പനികളുണ്ട്. അത് തന്നെയാണ് കാരണം ഇന്ത്യ വളരുന്നു, എയർ ഇന്ത്യ വളർത്തുന്നു, ടാറ്റ വളരുന്നു, ഈ പരസ്പരം ഇത് പൂരകങ്ങളായിട്ട് കിടക്കുന്നു. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കൃത്യമായി ടാറ്റയും അല്ലെങ്കിൽ ഇന്ത്യയുടെ യശസ് ലോകത്തുയർത്തുന്നതിന് എയർ ഇന്ത്യയും ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആ വിമാന അപകടം, പലരും പറയുന്നത് ആ വിമാന അപകടം, പലരും ചർച്ച ചെയ്യുന്നത് ആ വിമാന അപകടം, ഗുജറാത്തിലെ വിമാന അപകടം അട്ടിമറിയാവാൻ സാധ്യതയുണ്ട്. എയർ ഇന്ത്യയുടെ പുറകിൽ വരുന്ന വാർത്തകൾ, ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ, അതിന്റെ എല്ലാം പുറകിൽ ഒരു അജണ്ടയുണ്ട്. അത് എയർ ഇന്ത്യയുടെ പുറകെയുള്ള അജണ്ടയ്ക്ക് അപ്പുറത്ത് ഇന്ത്യക്ക് പുറകെയുള്ള അജണ്ടയാണ്. അതിന്റെ പുറകിൽ ഒരുപക്ഷെ ചൈന കാണും, ഒരുപക്ഷെ പാകിസ്ഥാൻ കാണും, ഒരുപക്ഷെ തുർക്കി കാണും, ഒരുപക്ഷെ മതമൂല്യവാദികൾ കാണും, ഒരുപക്ഷെ പശ്ചിമേഷ്യയിലുള്ള ഈ പറഞ്ഞതുപോലെ മതമൂല്യവാദികൾ കാണും. ഇവരുടെ ഒരു കൂട്ടായ്മ ഇതിന്റെ പുറകിലുണ്ട്. ഈ പറയുന്നത് പോലെ ഈ അട്ടിമറിക്ക് പിറകിലും ഈ വളർച്ചയും ഈ വലിയൊരു കരാറും ആകാൻ ഉള്ള സാധ്യതയും ഉണ്ട്. അത് തന്നെയാണ് അതിന് കാരണം എന്ന് വിചാരിക്കേണ്ടി വരും. ഒരുപക്ഷെ നാളെ അത് വെളിയിൽ വരും. ഒരു വെളിയിൽ വരാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ ആഭ്യന്തര പ്രശ്നമായതുകൊണ്ട്, നമ്മളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട്, ഇതൊക്കെ ഇവിടെ നടത്താൻ സാധിക്കും എന്ന് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് ഇന്ത്യയിൽ സാധിക്കുമ്പോൾ ഇന്ത്യ അത്തരത്തിലേ ഉള്ളോ എന്ന് വിചാരിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ വെളിയിൽ വരാനുള്ള സാധ്യതയും കുറവാണ്. ഏതായാലും വിമാനത്തിന്റെ പുറകിൽ ആളുണ്ട്, വൻ ശക്തിയുണ്ട്, അട്ടിമറിക്ക് സാധ്യതയുണ്ട്. അട്ടിമറി ആവാനുള്ള സാധ്യത ഗുജറാത്തിൽ കൂടുതലാണ് എന്ന് വിചാരിക്കുന്നു. യെസ്, എന്തായാലും എയർ ഇന്ത്യ വളരുമ്പോൾ രാജ്യം വളരും. അങ്ങനെ രാജ്യത്തിന്റെ ഒരു വളർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് ലോകരാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശക്തികളോ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അത്തരമൊരു അട്ടിമറിയാണോ ഗുജറാത്തിൽ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന അപകടത്തിന് പിന്നിലെന്നും സംശയിക്കേണ്ടി വരും. ഇത്തരത്തിൽ ടാറ്റയ്ക്ക് 2022 എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതു മുതൽ ഇനി 2030 ആകുമ്പോഴേക്കും ടാറ്റയ്ക്ക് എയർ ഇന്ത്യയിൽ വലിയ വലിയ പദ്ധതികളുണ്ട്. അത്തരത്തിൽ വിമാനത്തിന് അമേരിക്കൻ കമ്പനിക്ക് ഓർഡർ
ഓർഡർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തോന്നാവുന്നതാണ് ഇത്തരത്തിലൊരു അട്ടിമറിയാണോ വിമാന ദുരന്തത്തിന് പിന്നിൽ എന്നുള്ളത് വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.